എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 10th പ്രിലിംസ് MCQ ചലഞ്ചിൽ കേരളം ഭൂമിശാസ്ത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാർട്ടാണ്. നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. അപ്പോൾ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി. ഇത് നീളം എത്രയാണ്? 16 കിലോമീറ്ററാണ് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് ഐക്യ കേരളം ഉണ്ടായത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1, 2 രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ നീളം എത്രയാണ്? പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ ആണ്. തൊട്ട് താഴെയുള്ള ഭാരതപ്പുഴ 209, പമ്പയ്ക്ക് 176 കിലോമീറ്റർ നീളവുമാണ്. താഴെ പറയുന്നവയെ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഹൃദയാകൃതിയിലുള്ള തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട് തടാകമാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രം അല്ലേ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അത് ശരിയാണ്. എന്നാൽ ഹൃദയാകൃതിയിലുള്ള തടാകം എന്നറിയപ്പെടുന്നത് ചെമ്പ്ര, വയനാട്ടിലെ ചെമ്പ്ര കൊടുമുടിയിലുള്ള ഹൃദയ തടാകമാണ്, ഹൃദയ സരസ്. പൂക്കോട് തടാകം ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെയൊക്കെ ആകൃതിയിലാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ അല്ലെ? 1940 മുതിരപ്പുഴയാറിൽ ആരംഭിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഏതാ? അത് ഇടുക്കിയാണ് കേട്ടോ, ഇടുക്കി. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പമ്പാ നദി എവിടെയൊക്കെയാണ്? പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, 3 വരുന്നുണ്ടല്ലേ? ഇവയെല്ലാം പമ്പാ നദി ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി എവിടെ ചെല്ലുന്നു? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏറ്റവും വലുതേതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദി 3 നദിയാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാ? കബനിയാണ് അല്ലേ? കബനി, ഭവാനി, പാമ്പാർ എന്നിവയിൽ ഏറ്റവും നീളം കൂടിയത് കബനിയും ഏറ്റവും വലുതും ഏതാണ്? കബനിയാണ്. ഭവാനി രണ്ടാമത്തെ വലുതാണ് കേട്ടോ, പാമ്പാറാണ് ഏറ്റവും ചെറുത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590, ഓക്കെ. അതിൻ്റെ ഇടയിൽ ഇനി കേരളത്തിൽ ആകെ 14 ജില്ലകളുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം കർണാടകയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ്. ഏതാ തെറ്റായത്? ഓപ്ഷൻ ഡി 4. കാരണം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. കർണാടകയല്ല, തമിഴ്നാടാണ്. ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് പെരിയാർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാനഡയുടെ സഹായത്തോടെയാണ് ഇത് പൂർത്തിയാക്കിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയായത് ഏതാണ്? 3 ശരിയാണല്ലേ? ഇവയെല്ലാം ശരിയാണ്. പെരിയാർ നദിയിലാണ്, കാനഡയുടെ സഹായത്തോടെയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുമാണ്. ഇനി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖം ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിൽ അല്ലേ? വേമ്പനാട്ട് കായലിലാണ്. ഭാരതപ്പുഴയെക്കുറിച്ച് താഴെ പറയുന്നത് ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കുക. ശരിയായതാണ്. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ്. നിള എന്നും ഈ നദി അറിയപ്പെടുന്നു. ഇത് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതൊക്കെ ശരിയായിട്ടുള്ളത്? 3 ശരിയാണ്. 1, 2, 3. പൊന്നാനിയിൽ വെച്ച് ഇത് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ഏക കുതിരലാട, അതായത് ഓക്സ്ബോ ലേക്ക്, കുതിരലാട ആകൃതിയിലുള്ളത് ഏതാണ്? വൈന്തല തടാകമാണ്. തൃശ്ശൂർ ജില്ലയിലെ വൈന്തല തടാകമാണ് കേട്ടോ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. കബനി നദി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? കബനി കിഴക്കോട്ട് ഒഴുകുന്നതാണ് നമ്മൾ പറഞ്ഞു. ഏത് ജില്ലയിലൂടെയാണ്? വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. താഴെ പറയുന്ന നദികളെ അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളുമായി ജോഡി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് നോക്കി. പെരിയാർ ശിവഗിരിമല, പമ്പ പുളിച്ചിമല, ഭാരതപ്പുഴ ആനമല, ചാലക്കുടിപ്പുഴ ആനമല. ഏതാണ് കറക്റ്റ്?
എല്ലാം ശരിയാണ് അല്ലേ, എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏതാണ്? കണ്ണൂർ ജില്ല, കണ്ണൂർ അല്ലേ, കണ്ണൂരാണ്. 82 കിലോമീറ്റർ കടൽ തീരമുള്ള ജില്ലയാണ്. ആലപ്പുഴയും 82 കേട്ടോ. തിരുവനന്തപുരം 78 കിലോമീറ്റർ ആണ്. കടൽ തീരമില്ലാത്ത ജില്ലകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കുക. കേരളത്തിൽ 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം എന്നിവയാണ് ആ ജില്ലകൾ. ശരി ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. പമ്പാ നദി എവിടെ വച്ചാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്? ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് വെച്ച് അല്ലേ, വീയപുരത്ത് വെച്ചാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ട് ഏതാ? വയനാട്ടിലെ ബാണാസുര സാഗർ അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ്, എർത്ത് ഡാമാണ് ബാണാസുര സാഗർ. നദികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിലെ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത്, ചാലിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ബേപ്പൂർ പുഴയെന്നും ഇതറിയപ്പെടുന്നു. സ്വർണ്ണ മണൽ കാണപ്പെടുന്ന നദിയാണ് ചാലിയാർ നദി. ഏതാ ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത്, ഏത് ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട. അതിരുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ശാസ്താംകോട്ടയല്ലേ? അതെ, ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. റിലേറ്റഡ് ഫാക്റ്റ് അധികം പറയുന്നില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നദികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ. പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്റർ ആണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. കേരളത്തിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന താഴെ പറയുന്ന കാവേരി നദിയുടെ പോഷക നദിയായ നദി ഏത്? ഏതാ? ഇവയെല്ലാം അല്ലേ നമ്മൾ പറഞ്ഞു, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണുള്ളത്. കബനി, ഭവാനി, പമ്പർ. അത് 3 കാവേരി നദിയുടെ പോഷക നദികളാണ്. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കി. ഇത് 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. വില്ലിംഗ്ടൺ ഐലൻഡ് ഈ കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാ ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഷ്ടമുടി കായലിനെ കുറിച്ച് താഴെ പറയുന്നവയെ ശരിയായതേത്? കേരളത്തിലെ 2ാമത്തെ വലിയ കായലാണിത്. കല്ലടയാർ പതിക്കുന്നത് ഈ കായലിലാണ്. റാംസാർ സൈറ്റുകളിൽ ഒന്നാണിത്. ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ് അല്ലേ, 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എല്ലാം ശരിയായത് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. തെറ്റായത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി ഏതാണ്? തെക്കേ അറ്റത്ത് നെയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകാത്ത നദി ഏതാണ്? ഇടുക്കി ജില്ലയിലൂടെ ഒഴുകാത്തത് ഏതാ? ഈ 4 ഏതാണ്? ഭാരതപ്പുഴ അല്ലേ. ഭാരതപ്പുഴ പ്രധാനമായും പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏത്? ലോവർ പെരിയാർ ഇടുക്കി, കക്കാട് പത്തനംതിട്ട, ഷോളയാറാണ്. ഷോളയാർ തൃശ്ശൂർ. ഏതാ ശരിയായിട്ടുള്ളത്? ഇവയെല്ലാം ശരിയാണ് അല്ലേ, കറക്റ്റായിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയത് മഞ്ചേശ്വരം പുഴ അല്ലേ. 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ.
രാമപുരം പുഴയുണ്ട് കേട്ടോ, അത് 19 കിലോമീറ്റർ ആണ്, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്? ഷോളയാർ, തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ, ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ഏത് നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശബരിഗിരി പമ്പാ നദീതടം അല്ലേ, പമ്പാ നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പയുടെ പോഷക നദിയായ കക്കി അല്ലെ, ആ നദിയിലെ ജലം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. താഴെ പറയുന്നവയിൽ നെയ്തൽ അഥവാ തീരപ്രദേശം എന്ന ഭൂവിഭാഗത്തിന്റെ പ്രത്യേകത എന്ത്? മണൽ നിറഞ്ഞ പ്രദേശം, തെങ്ങ് കൃഷിക്ക് അനുയോജ്യം. ഏതാണ്? രണ്ടും ശരിയാണ് അല്ലേ, തീരപ്രദേശമാണ് നെയ്തൽ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് അല്ലേ, 12 നദികൾ ഒഴുകുന്നുണ്ട്. കവ്വായി കായൽ ഏത് ജില്ലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്? കവ്വായി കായൽ ഏത് ജില്ലകളിലാണ്? കണ്ണൂരും കാസർഗോഡും. ഓക്കെ, കണ്ണൂരും കാസർഗോഡും ഉപ്പുകായലാണ് കേട്ടോ കവ്വായി. കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കാം. ഓക്കെ, ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലാണ്, വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിലാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ നദി വളപട്ടണം, കാസർഗോഡിലെ ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴ. ഓക്കെ, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് താഴെ പറയുന്നവയെ ശരിയായത് ഏത്? ഇത് പെരിയാർ നദിയിലാണ്. ഇതിൻ്റെ ശില്പി ജോൺ പെന്നിക്യുക്ക് ആണ്. 1895 ഇത് നിർമ്മിച്ചത്. ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നും ശരിയാണ്. കേരളത്തിൽ വനപ്രദേശമില്ലാത്ത ജില്ല, അതായത് സ്വാഭാവിക വനപ്രദേശം ഇല്ലാത്ത ജില്ല ഏതാ? ആലപ്പുഴയാണ് കേട്ടോ, ആലപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴ അല്ലെ, മാഹിപ്പുഴ. മലബാറിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് വിളിക്കുന്നത്. കേരളത്തിലെ കായലുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. ഇതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടവയും 7 എണ്ണം ഉൾനാടൻ കായലുമാണ്. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടും ശരിയാണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല ഏതാണ്? നമുക്കറിയാം, കാസർഗോഡാണ്. മീനച്ചിലാറിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഇത് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്നു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന നദിയാണിത്. ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടും കറക്റ്റാണ് അല്ലേ, 1ഉം 2ഉം കറക്റ്റാണ്. ഇത് ആരുടെ ബുക്കാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ആരുടെ ബുക്കാണ് എന്നുള്ളത്. അടുത്തത്, കേരളത്തിലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്തായ മഞ്ചേശ്വരം ഏത് ജില്ലയിലാണ്? മഞ്ചേശ്വരം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം. നദികളും അവയുടെ തീരത്തെ പ്രധാന സ്ഥലങ്ങളും. ഓക്കെ, ഭാരതപ്പുഴ ഷൊർണൂർ, പെരിയാർ ആലുവ, പമ്പ ചെങ്ങന്നൂർ. എല്ലാം ശരിയാണ് അല്ലേ, എല്ലാം കറക്റ്റായിട്ടാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറച്ച് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ് അല്ലേ, കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറച്ച് കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ. ലാസ്റ്റ് ചോദ്യം പ്രസ്താവന ചോദ്യമാണ്. പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്ക് അതിർത്തിയാണ്, അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, 1ഉം 2ഉം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് കേരള ജോഗ്രഫിയുടെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ബാക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.